നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വാപ്പ പറയാണ് 30 വയസ്സ് വരെ അന്നെ എല്ലാ ചെലവും കൊടുത്ത് ഞാൻ പഠിപ്പിക്കും എന്ന് നിങ്ങളോട് വാപ്പ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആദ്യം പറയുന്നതെന്നറിയോ? 30 വയസ്സ് വരെ ഞാൻ രക്ഷപ്പെട്ടു എന്ന കമൻ്റ് ആയിരിക്കും ആദ്യം നിങ്ങളുടെ മനസ്സ് പറയുന്നത്. നേരെ മറിച്ച് വാപ്പ പറയണെന്ത്? 20 വയസ്സിനപ്പുറത്തേക്ക് ഒരു ചില്ലിക്കാശ് പോലും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ചെലവാക്കൂല. ഹാർട്ട് ബീറ്റ് കൂടും. അപ്പോൾ 20 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പണിയപ്പം എന്ത് ചെയ്യേണ്ടി വരും? നോക്കേണ്ടി വരും. ഞാൻ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള പറച്ചിലുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. ഏറ്റവും വലിയ മോട്ടിവേറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇൻസൾട്ടാണെന്ന് പറയും. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇൻസൾട്ടാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നുള്ളത്. 2 അയൽവാസിയാണ്. കാരണം നമ്മൾ ഈ പഠിക്കാൻ പോകുമ്പോഴും എത്ര കാലമായി ഇയൊക്കെ പഠിക്കാൻ പോകണമെന്ന് ചോദിക്കുന്ന ആദ്യമായിട്ട് ആരായിരിക്കും? അയൽവാസി ആയിരിക്കും. അയൽവാസി ശരിക്കും നമുക്ക് ഉണ്ടാക്കുന്നത് നെഗറ്റീവാണെങ്കിലും അതിൻ്റെ ഇഫക്റ്റ് പോസിറ്റീവാണ്. മോട്ടിവേറ്റർ അയാളാണ് ശരിക്ക്. ഈയൊക്കെ പോണോടത്തേക്ക് ഞാൻ എൻ്റെ കുട്ടികളെ പറഞ്ഞേക്കാതിരുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പോഴും ബാഗ് എടുത്ത് പോവാണ് എന്നുള്ള ലെവല് നമ്മൾ ആദ്യമായിട്ട് മനസ്സിൽ പറയും അയൽവാസിയോട്. ഏത് കമൻറ്റ്? ഇന്നസെൻറ്റിൻ്റെ മറ്റേ ലോട്ടറി അടിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വരും, അന്ന് എൻ്റെ ഒക്കെ മുന്നിൽ കൂടെ ഞാൻ അങ്ങനെ പോകുമ്പോൾ പൈസ അങ്ങനെ മുഖത്തേക്ക് വലിച്ചെറിയുന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. കിട്ടിയാലും എറിയൊന്നുമില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. കാരണം ചിന്തിക്കാൻ അങ്ങനെ തോന്നേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഞാനും നിങ്ങളും ആരൊക്കെയാണെങ്കിലും എ പേഴ്സൺ, യുണീക്കാണ്. നമ്മളെപ്പോലെ ഇന്നേ വരെ ഈ ലോകത്ത് വേറെ ആരും എന്ത് ചെയ്തിട്ടില്ല? ജീവിച്ചിട്ടില്ല. അപ്പം നമ്മുടെ വഴിയിൽ നമ്മൾ ഒറ്റയ്ക്കാ. ഉപദേശം തരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ആ ആൾക്കാരൊന്നും ആ ഫീൽഡിൽ എക്സ്പേർട്ടായിട്ട് തരുന്നതാണോ? നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മളോട് +2 ഹ്യൂമാനിറ്റീസ് എടുത്തോ, കൊമേഴ്സ് എടുത്തോ, സയൻസ് എടുത്തോ എന്ന് പറഞ്ഞവർ അതെടുത്ത് തെളിയിച്ചവരാണോ? അല്ല. ഉപദേശം ഫ്രീ ആണ് എല്ലാവർക്കും, അല്ലേ? കല്യാണത്തിനാണെങ്കിലും എന്ത് ചെയ്യും? ഈ കാരണവന്മാരൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? മസാലയൊക്കെ നല്ല ഉണ്ടായിക്കോട്ടെ, പായസത്തിലൊന്നും മധുരമൊന്നും കുറക്കണ്ട, ഞങ്ങൾ വയസ്സന്മാരാ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഷുഗർ ഒന്നുമില്ല, അങ്ങനെ അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ വെപ്പുകാരൻ ഒരു സംഗതി വെക്കാൻ വിചാരിച്ച് വന്നിട്ടുണ്ടാവും. ഓനത് വെച്ച് പോവും. പക്ഷേ ഈ അഭിപ്രായം പറയുന്നവരോട് പറയുന്നത് മസാല ഒട്ടും കുറക്കണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഉഷാറാക്കാം. എന്ന് പറയുമ്പോൾ ആളും സാറ്റിസ്ഫൈഡ് ആണ്, കേൾക്കുന്ന ആളും സാറ്റിസ്ഫൈഡ്. ഇയാൾക്ക് നഷ്ടമൊന്നുമില്ല. കേട്ടു എന്ന് വരുത്തിയാൽ മതി.